ഈ വീഡിയോയിലൂടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് അറിയാത്ത ചില കാര്യങ്ങൾ അറിയാം. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു ഇന്ത്യൻ ഡോക്ടർ എന്നതിലുപരി നടൻ, മോട്ടിവേഷണൽ സ്പീക്കർ, അതുപോലെ ഒരു തിരക്കഥാകൃത്ത് കൂടിയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 4 റോബിൻ ഇത്രയധികം ഫേമസ് ആകുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡോക്ടർ ശരാശരിയിൽ താഴെയുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഒരു അഭിമുഖത്തിൽ ഇതിനെക്കുറിച്ച് റോബിൻ പറയുന്നത് ഇങ്ങനെ: ഞാൻ പല പരീക്ഷകളിലും തോറ്റു, ബാക്ക് ബെഞ്ചറായിരുന്നു. എൻ്റെ മാതാപിതാക്കളും മറ്റുള്ളവരെ പോലെ എന്നോട് മറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് പഠിക്കാൻ ആവശ്യപ്പെടുമായിരുന്നു. ഞാൻ പൊണ്ണത്തടിയനും അസ്വസ്ഥനുമായിരുന്നു. പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നത് നിർത്തി. എപ്പോഴും തനിച്ചായിരുന്നു. പക്ഷേ സ്വപ്നങ്ങളുടെ ശക്തിയിൽ ഞാൻ വിശ്വസിച്ചു. കഠിനാധ്വാനം ചെയ്ത് മെഡിക്കൽ എൻട്രൻസ് പാസ്സാക്കി ചിദംബരം സർക്കാർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടി. ഇന്ന് ഞാൻ ജനിച്ച ഹോസ്പിറ്റലിൽ ആണ് ജോലി ചെയ്യുന്നത്. MBBS പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ജനിച്ച അതേ ആശുപത്രിയായ കേരളത്തിലെ തിരുവനന്തപുരം GG ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ആരംഭിച്ചു. 2019 കൗമുദി TVയിൽ സംപ്രേഷണം ചെയ്ത ചാറ്റ് വിത്ത് ഡോക്ടർ മച്ചാൻ എന്ന ഓൺലൈൻ ഡോക് ഷോയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് അദ്ദേഹം തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ മോട്ടിവേഷണൽ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി. സ്വന്തം യൂട്യൂബ് ചാനലിലും അദ്ദേഹം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു അഭിമുഖത്തിനിടെ തന്റെ മോട്ടിവേഷണൽ വീഡിയോകളെ കുറിച്ച് സംസാരിക്കവേ ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ആദ്യത്തെ വീഡിയോ ആളുകളെ തരം താഴ്ത്തുന്നത് എന്നായിരുന്നു. എന്നാൽ ഞാൻ എന്നെ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് വിളിക്കുന്നില്ല. എൻ്റെ 29 വർഷത്തെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നു. നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ വളരെ ലളിതവും ആപേക്ഷികവുമായ കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ. ഫോളോവേഴ്സിന്റെ എണ്ണം കൂടിയപ്പോൾ ആളുകൾ എനിക്ക് നേരിട്ട് മെസ്സേജ് ചെയ്യാൻ തുടങ്ങി. 8ാം ക്ലാസ്സുകാർ മുതൽ മധ്യവയസ്കന്മാർ വരെ എനിക്ക് പ്രതിദിനം കുറഞ്ഞത് 2000 സന്ദേശങ്ങൾ ലഭിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾ എന്നോട് തുറന്ന് പറയുവാൻ അവർക്ക് സുഖമുണ്ടെന്ന് ഞാൻ കണ്ടെത്തി. എനിക്ക് ഇത്രയും മാറ്റം വരുത്താൻ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ചെറിയ പ്രയത്നം അവരെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ എല്ലാ ടെക്സ്റ്റ് മെസ്സേജുകൾക്കും ഞാൻ മറുപടി നൽകുന്നു. മറുവശത്ത് ഞാൻ വളരെ സാധാരണക്കാരനാണ്. ചില സമയങ്ങളിൽ എനിക്ക് അസ്വസ്ഥതയും മാനസികാവസ്ഥയും ഉണ്ടാകാം. എന്നാൽ ഇത് ഒരാളുടെ മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരുമ്പോൾ നിസ്വാർത്ഥനാകാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നു എന്നാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അതിൽ കുറിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2019 നിറം എന്ന മലയാളം ഷോർട്ട് വീഡിയോയിൽ അഭിനയിച്ചിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യാൻ ഡോക്ടർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഡോക്ടർ റോബിൻ മുഖ്യാതിഥിയായി നിരവധി സാമൂഹിക പരിപാടികളിലും സെമിനാറുകളിലും പങ്കെടുത്തിട്ടുമുണ്ട്. എന്നാൽ ഈ ഇടെയായി ആരതിപ്പൊടിയുടെ യൂട്യൂബ് ചാനലിലൂടെ ഡെയിലി വ്ളോഗ്സുമായിട്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആരതിയും കൂടെ എത്താറുണ്ട്. പുതിയ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.